ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നേരത്തെ അൽ നസറിന് വേണ്ടി തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത ബ്രസീലിയൻ സ്ട്രൈക്കറാണ് ആൻഡേഴ്സൺ ടാലിസ്ക. അപ്പോൾ തന്നെ അദ്ദേഹത്തെ ബ്രസീലിയൻ ടീമിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചില്ല. നിലവിൽ തുർക്കിഷ് ക്ലബ്ബായ ഫെനർബാഷയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മാസ്മരിക പ്രകടനം നടത്താൻ ആൻഡേഴ്സൺ ടാലിസ്കയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇനി ഇടം ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യം ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അദ്ദേഹം ഇക്കാര്യത്തിൽ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് നൽകിയിട്ടുള്ളത്. അതായത് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് ഇപ്പോൾ താരങ്ങളെ എടുക്കുന്നത് പ്രകടനം നോക്കിയിട്ടോ അതല്ലെങ്കിൽ താരങ്ങളുടെ കണക്കുകൾ നോക്കിയിട്ടോ അല്ല എന്നാണ് ആൻഡേഴ്സൺ ടാലിസ്ക ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ബ്രസീലിയൻ ദേശീയ ടീമിനെ കുറിച്ച് അധികമൊന്നും ചിന്തിച്ച് സമയം പാഴാക്കാറില്ല. നമ്പറുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ടീമിലേക്ക് എടുക്കുന്നത് എങ്കിൽ ഞാൻ എപ്പോഴേ ബ്രസീലിയൻ ടീമിൽ ഇടം നേടിയേനെ. അതുകൊണ്ട് തന്നെ ബ്രസീലിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ ജോലി ഞാനിവിടെ ചെയ്യും. ഭാവിയിൽ ബ്രസീലിയൻ ടീമിൽ ഇടം ലഭിച്ചാൽ ഞാനത് ഒരു അനുഗ്രഹമായി കൊണ്ട് കണക്കാക്കും. പക്ഷെ അത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രകടനത്തിൻ്റെയോ കണക്കുകളുടെയോ അടിസ്ഥാനത്തിൽ അല്ല ഇപ്പോൾ ബ്രസീൽ ടീമിലേക്ക് താരങ്ങളെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മോഹിക്കുന്നതിൽ കാര്യമില്ല. ഇതാണ് ആൻഡേഴ്സൺ ടാലിസ്ക പറഞ്ഞിട്ടുള്ളത്. അതായത് എപ്പോഴും മികച്ച പ്രകടനം നടത്തി എപ്പോഴും മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ സാധിക്കുന്ന താരമാണ് ടാലിസ്ക. പക്ഷെ അദ്ദേഹത്തിന് ഇതുവരെ ബ്രസീലിയൻ ടീമിലേക്ക് അവസരം ലഭിച്ചിട്ടില്ല. സമീപകാലത്ത് അവസരം ലഭിക്കാൻ അർഹതയുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. ഫെനർബാഷയ്ക്ക് വേണ്ടി ആകെ 72 മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 42 ഗോളുകളും 7 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 72 മത്സരങ്ങളിൽ നിന്ന് 49 ഗോൾ പങ്കാളിത്തങ്ങൾ തുർക്കിയിൽ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ സൗദി അറേബ്യയിലും തകർപ്പൻ പ്രകടനം ഇദ്ദേഹം നടത്തിയിരുന്നു. എന്നിട്ടും തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉൾപ്പെടുത്താത്തതിലുള്ള ഒരു അതൃപ്തിയാണ് അദ്ദേഹം ഇപ്പോൾ പരസ്യമായി കൊണ്ട് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.